പ്രിയമുള്ളവരെ, വചനജ്വാല 1432 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഓഗസ്റ്റ് 2 ശനിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചന വായനയിൽ ഉത്തമഗീതം 2-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ഷാരോണിലെ പനനീർപ്പൂവാണ് ഞാൻ, താഴ്വരകളിലെ ലില്ലിപ്പൂവ്. മണവാളൻ: മുള്ളുകൾക്കിടയിലെ ലില്ലിപ്പൂ പോലെ കന്യകമാരുടെ ഇടയിൽ എൻ്റെ ഓമന. മണവാട്ടി: വൃക്ഷങ്ങൾക്കിടയിൽ ആപ്പിൾ മരം പോലെയാണ് യുവാക്കന്മാരുടെ മധ്യത്തിൽ എൻ്റെ പ്രാണപ്രിയൻ. അതിൻ്റെ തണലിൽ ഞാൻ ആനന്ദത്തോടെ ഇരുന്നു. അതിൻ്റെ ഫലം എൻ്റെ നാവിന് മാധുര്യപൂർവമാണ്. വിരുന്നുശാലയിലേക്ക് അവൻ എന്നെ കൂട്ടിക്കൊണ്ടുവന്നു. പ്രേമത്തിന്റെ പതാക എനിക്ക് മുകളിൽ പാറി. മുന്തിരിയട തന്ന് എനിക്ക് ശക്തി പകരണമേ. ആപ്പിൾ പഴം തന്ന് എനിക്ക് ഉന്മേഷം നൽകണമേ. ഞാൻ പ്രേമ പരവശയായിരിക്കുന്നു. അവന്റെ ഇടതുകരം എനിക്ക് തലയിണയായെങ്കിൽ അവന്റെ വലതുകരം എന്നെ ആലിംഗനം ചെയ്തിരുന്നെങ്കിൽ. മണവാളൻ: ജെറൂസലേം പുത്രിമാരെ, പാടത്തെ ചെറുകലമാനുകളുടെയും പേടമാനുകളുടെയും പേരിൽ ഞാൻ നിങ്ങളോട് കെഞ്ചുന്നു. സമയമാകും മുമ്പ് നിങ്ങൾ പ്രേമത്തെ തട്ടി ഉണർത്തരുത്, ഇളക്കി വിടരുത്. ഗാനം 2. മണവാട്ടി: അതാ എൻ്റെ പ്രിയന്റെ സ്വരം. അതാ മലമുകളിലൂടെ കുതിച്ചു ചാടിയും കുന്നുകളിൽ തുള്ളിച്ചാടിയും അവൻ വരുന്നു. എൻ്റെ പ്രിയൻ ചെറുമാനിനെ പോലെയോ കലമാൻ കുട്ടിയെ പോലെയോ ആണ്. കിളിവാതിലിലൂടെ നോക്കിക്കൊണ്ട്, അഴികളിലൂടെ ഒളിഞ്ഞു നോക്കിക്കൊണ്ട് അതാ അവൻ ഭിത്തിക്ക് പിന്നിൽ നിൽക്കുന്നു. എൻ്റെ പ്രിയൻ എന്നോട് മന്ത്രിക്കുന്നു. മണവാളൻ: എൻ്റെ ഓമനെ, എൻ്റെ സുന്ദരി, എഴുന്നേൽക്കുക, ഇറങ്ങി വരിക. ഇതാ ശിശിരം പോയി മറഞ്ഞു, മഴ മാറിക്കഴിഞ്ഞു, ഭൂമിയിൽ പുഷ്പങ്ങൾ വിരിഞ്ഞു തുടങ്ങി. ഗാനാലാപത്തിന്റെ സമയമായി. അരിപ്രാവുകൾ കുറുകുന്നത് നമ്മുടെ നാട്ടിൽ കേട്ടു തുടങ്ങി. അത്തിമരം കായ്ച്ചു തുടങ്ങി. മുന്തിരിവള്ളികൾ പൂത്തുലർഞ്ഞ് സുഗന്ധം പരത്തുന്നു. എൻ്റെ ഓമനെ, എൻ്റെ സുന്ദരി, എഴുന്നേൽക്കുക, ഇറങ്ങി വരിക. എൻ്റെ മാടപ്പിറാവെ, പാറയിടുക്കുകളിലും ചെങ്കുത്തായ മലയോരത്തിലെ പൊത്തുകളിലും ജീവിക്കുന്ന നിന്റെ മുഖം ഞാനൊന്ന് കാണട്ടെ. ഞാൻ നിന്റെ സ്വരമെന്ന് കേൾക്കട്ടെ. നിന്റെ സ്വരം മധുരമാണ്, നിന്റെ മുഖം മനോഹരമാണ്. തോഴിമാർ: മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ആ ചെറുകുറുക്കന്മാരെ പിടികൂടുക. നമ്മുടെ മുന്തിരിത്തോപ്പ് പോത്തുലയുന്നു. മണവാട്ടി: എൻ്റെ ആത്മനാഥൻ എന്റേതാണ്, ഞാൻ അവൻ്റേതും. അവൻ തന്റെ ആട്ടിൻപറ്റത്തെ ലില്ലികൾക്കിടയിൽ മേയ്ക്കുന്നു. വെയിലാറി നിഴലുകൾ നീളും മുമ്പേ എൻ്റെ പ്രിയനെ വരുക. ദുർഘട പർവ്വങ്ങളിലെ ചെറുമാനിനെ പോലെയോ കലമാൻ കുട്ടിയെ പോലെയോ ആയിരിക്കുക. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വേഴ്സില്ലിയിലെ മെത്രാനായ
വിശുദ്ധ എവുസേബിയൂസിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. ക്രിസ്തുവിനെ പ്രതി കാരാഗ്രഹത്തിൽ കിടന്ന് മരിച്ച പിതാവിന്റെ ഭക്തിയിൽ തീഷ്ണതയിൽ വളർന്നു എവുസേബിയൂസ് വൈദികനായി. 57 വയസ്സിൽ മെത്രാനായെങ്കിലും ആര്യൻ പാഷണ്ഡത മൂലം പാലസ്തീനായിലേക്കും കപ്പദോച്യായിലേക്കും പിന്നീട് ഈജിപ്തിലേക്കും ചക്രവർത്തിയാൽ നാടുകടത്തപ്പെടുകയും ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. ചക്രവർത്തിയുടെ മരണശേഷം സ്വന്തം രൂപതയിലേക്ക് മടങ്ങി എങ്കിലും 88 വയസ്സിൽ അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് യാത്രയായി. പ്രിയമുള്ളവരെ, ഇന്നു തന്നെ വിശുദ്ധ കുർബാനയുടെ ഭക്തി പ്രോത്സാഹിപ്പിക്കാനായി വൈദികരുടെയും കന്യാസ്ത്രീകളുടെയും സന്യാസ സഭകൾ സ്ഥാപിച്ച വിശുദ്ധ പീറ്റർ ജൂലിയൻ എയ്മാഡിനെ കൂടി അനുസ്മരിക്കുന്ന ദിവസം കൂടെയാണ് ഇന്ന്. പ്രിയമുള്ളവരെ, മെത്രാനായ വിശുദ്ധ എവുസേബിയൂസിന്റെയും വിശുദ്ധ പീറ്റർ ജൂലിയൻ എയ്മാഡിന്റെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.